ചെറുകുന്ന് താവം പുഴയോരത്ത് കണ്ടൽ വനമൊരുക്കി കണ്ടൽ രാജൻ ജൈത്രയാത്ര തുടരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന് മാതൃകയായി തീരുകയാണ് ചെറുകുന്ന് താവത്തെ പാറയിൽ രാജൻ എന്ന കണ്ടൽ രാജൻ. രാജന്റെ കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഇന്നും തുടരുകയാണ്. 1,00,000-ലധികം കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ച് പുഴയോരങ്ങളെ ഹരിതാഭമാക്കിയ രാജൻ എന്ന പരിസ്ഥിതി സ്നേഹിയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. ചെറുപ്പം മുതൽ പുഴയോട് അടുപ്പം പുലർത്തിയ രാജൻ മത്സ്യത്തൊഴിലാളിയായിരുന്ന അച്ഛനോടൊപ്പം മത്സ്യബന്ധനത്തിന് പോയതോടെയാണ് പ്രകൃതിയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമായത്. പിന്നീട് കണ്ടൽക്കാടുകളുടെ പ്രാധാന്യം മനസ്സിലാക്കിയ അദ്ദേഹം അവയുടെ സംരക്ഷണത്തിനായി ജീവിതം സമർപ്പിക്കുകയായിരുന്നു. പഴയങ്ങാടി കുപ്പം പുഴയോരത്ത് മത്സ്യബന്ധനത്തിന് പോയി തിരിച്ചു വരുമ്പോഴെല്ലാം ശേഖരിച്ച കണ്ടൽ വിത്തുകൾ നട്ടുപിടിപ്പിച്ചാണ് രാജൻ തന്റെ ദൗത്യം ആരംഭിച്ചത്. വർഷങ്ങളുടെ പരിശ്രമഫലമായി ഇന്ന് അവിടങ്ങൾ വിശാലമായ കണ്ടൽക്കാടുകളായി മാറിയിരിക്കുകയാണ്. ലാഭേച്ഛയില്ലാതെയാണ് രാജൻ ഈ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. വിവിധയിനം കണ്ടൽ ചെടികൾ ശേഖരിച്ച് അവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസുകളും നൽകുന്നുണ്ട്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണം തന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. തീരദേശ പരിസ്ഥിതിയെ സംരക്ഷിക്കാനും ഭാവി തലമുറയ്ക്ക് പ്രകൃതിയുടെ മഹത്വം മനസ്സിലാക്കി കൊടുക്കാനുമാണ് തന്റെ ശ്രമമെന്ന് കണ്ടൽ രാജൻ പറയുന്നു. കണ്ടൽ ചെടി നമുക്കൊരുപാട് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടുള്ളത് ഈ പ്രകൃതിയിൽ നിന്ന് ഒന്ന് ഈ കൊടുങ്കാറ്റ് തടയൽ. മറ്റൊന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ശുദ്ധവായുവാണ്. നമുക്ക് ഓക്സിജൻ നമുക്ക് ഇതിന്ന് ഈ കണ്ടൽ ചെടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. കൂടുതലായിട്ടും മറ്റുള്ള ചെടിയേക്കാൾ അപേക്ഷിച്ചിട്ട് കണ്ടൽ ചെടിയിൽ തന്നെയാണ് ഓക്സിജൻ നമുക്ക് കിട്ടുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യം. മറ്റൊന്ന് പറഞ്ഞാൽ വിദേശ പക്ഷികൾ ഇന്ന് കൂടുതലായിട്ടും പക്ഷികൾ വന്ന് താമസിക്കുന്നത് കണ്ടൽക്കാടിൻ്റെ ഇടയിൽ തന്നെയാണ്. ഈ പുഴയിലെ മത്സ്യം തിന്നാൻ വേണ്ടിയിട്ടും ഇതൊക്കെയാണ് കണ്ടലിൻ്റെ ഗുണങ്ങളുള്ളത്. അതുപോലെ ഒരുപാട് മത്സ്യം, ഞണ്ട് ഇതൊക്കെ ഈ കണ്ടലിൻ്റെ അടിയിലാണ് ഉള്ളത്. കണ്ടൽ സംരക്ഷണ രംഗത്തെ സമർപ്പിത പ്രവർത്തനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും രാജനെ തേടിയെത്തിയിട്ടുണ്ട്. ലോക പരിസ്ഥിതി ദിനത്തിലും കണ്ടൽക്കാടുകളുടെ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയാണ് ഈ പരിസ്ഥിതി പോരാളി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.